ലൈഫ് എന്നും രാവിലെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എണീക്കും, കുളിക്കും, പല്ലേക്കും, സ്പ്രേയും പൂശി ആർക്കും വേണ്ടി എന്തിനു വേണ്ടി ഞാൻ ആർക്കും. ചില സമയത്ത് ഞാൻ ആലോചിക്കും, വാട്ട്സ് ദ പേർപ്പസ് ഓഫ് ഓൾ ദിസ്? ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ചെറുപ്പത്തിൽ വലിയ വലിയ മോഹങ്ങളായിരുന്നു. ഗായകനാവണം, പാട്ട് പഠിക്കണം. പക്ഷേ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, അറിയാലോ. അപ്പം സിസ്റ്റം ഇന്റഗ്രേഷൻ ആൽബിൻ ചെയ്യട്ടെ. എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഐ ആം റിയലി ഗുഡ് അറ്റ് വാട്ട് ഐ ഡു. പക്ഷേ എൻ്റെ ലൈഫിന് എന്നൊരു പർപ്പസ് ഇല്ലാത്ത പോലെ. മേ ബി ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല. ബട്ട് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് എ മീനിങ് ഹിയർ. ചിലപ്പോൾ ലൈഫിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ടാവില്ലായിരിക്കും. ഇറ്റ്സ് ഓൾ റാൻഡം. ഈ ഒരു റിയലൈസേഷനാണ് ശരിക്കും എൻ്റെ ജീവിതം മാറ്റി മറിച്ചത്. ഒന്നിനൊരു അർത്ഥമില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു സ്ട്രെസ് അബൌട്ട് ഇറ്റ്. നിനക്കിഷ്ടമുള്ളതിൽ നീ ജീവിക്കുക. കാരണം വിത്തൗട്ട് എ നീഡ് ഫോർ എ മീനിങ് യു ഹാവ് നോ ഷാക്കിൾസ്. ഈ ഒരു പേഴ്സ്പെക്റ്റീവിലോട്ട് എൻ്റെ ലൈഫ് മാറിയ പിന്നെ ഐ വാച്ച് ദ വേൾഡ് അറൗണ്ട് മീ ചേഞ്ച്. എല്ലാത്തിനും കൂടുതൽ കളർ വന്നാലേ ഐ എം ലിവിങ് ഇൻസൈഡ് എ പാരഡോക്സ് ആൻഡ് ഐ എം സ്റ്റിൽ ഡൂയിങ് ദ ഡിഷസ്. ഫ്രഞ്ച് ഫിലോസഫർ ആൽബർട്ട് ക്യാമു പറഞ്ഞ പോലെ ദി ഓൺലി വേ ടു ഡീൽ വിത്ത് ആൻ അൺഫ്രീ വേൾഡ് ഈസ് ടു ബി സോ ആബ്സല്യൂട്ട്ലി ഫ്രീ ദാറ്റ് യുവർ വെരി എക്സിസ്റ്റൻസ് ഈസ് ആൻ ആക്ട് ഓഫ് റിബെല്ലിയൻ. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യണത് ഇറ്റ്സ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് മീനിങ്, പക്ഷേ ഇറ്റ്സ് ദ കോൺസ്റ്റൻറ്റ് നീഡിങ് ഓഫ് മീനിങ് ആൻഡ് നോട്ട് ഗെറ്റിങ് ഇറ്റ്. ഈ ഒരു നീഡിനെ നമ്മൾ എന്ന് ഉപേക്ഷിക്കുന്നോ അന്ന് നമ്മുടെ ലൈഫ് വണ്ടർഫുള്ളാണ്. കാരണം it's a short life in ignorance, but the view is quite spectacular. Hello. ഒരുപക്ഷെ എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. വി ആർ ഓൾ അബാൻഡൺ ടു ഫ്രീഡം. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യുന്നോ ദാറ്റ് സെലിബ്രേറ്റ്സ് us. And that's what makes us human.